ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തർവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേദേയദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 87-ാം അധ്യായം ശ്രുതിഗീത. നമുക്ക് 14-ാം ശ്ലോകം മുതൽക്ക് ശ്രുതിഗീത വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 87-തമോऽധ്യായഃ. 14-ാം ശ്ലോകം മുതൽ. ശ്രുതയ ഊചുഃ ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗഃ അഗജഗദോകസാം അഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരദോനുചരേന്നിഗമഃ ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദിവാ വികൃതാദ് അതർഷയോദതുസ്ത്വയി മനോവചനാചരിതം കഥമയതാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ഇതി തവ സൂരയസ്ത്രധിപതേ കില ലോകമല ക്ഷപണകഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹുഃ കിമുത പുനഃ സ്വധാമ വിദുദാശയ കാലഗുണാഃ പരമ ഭജന്തി യേ പദമജസ്രസുഖാനുഭവം ധൃതയ ഇവ ശ്വസന്ധ്യസുഭൃതോ യദി തേനുവിധാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹദഃ പുരുഷവിദോന്വയോത്ര ചരമോന്നമയാദിഷു യഃ സദസദഃ പരം ത്വമദയദേഷ്വവശേഷമൃതം ഉദരമുപാസതേ അർഷിവത്മസു കൂർപ്പദൃശഃ പരിസരബദ്ധകിം ഹൃദയമാരുണയോദരം തത ഉദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ സ്വകൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുദയാ തരദമദശ്ചകാസ്യനലവത്സുകൃതാനുകൃതിഃ അദവിദതാ സ്വമൂഷ്വവിദധം തവ ധാമ സമം വിരജതിയോന്വയന്ത്യഭിവിപണ്യവയേകരസം സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേऽംഘ്രിമഭവം ഭുവി വിശ്വസിതാഃ ദുരവഗമാത്മതത്വനിഗമായ തവാക്തതനോഃ ചരിതമഹാമൃതാബ്ധിപരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമഭീശ്വരതേ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാः ത്വദനുപധം കുലായമിദമാത്മസുഹൃത്പ്രിയവദ്
चरति तथोन्मुखे त्वयि हिते प्रिय आत्मनि च न बदरमन्द्यहो असदुपासनयात्महनो यदनुशया भ्रमन्त्युरुभये कुशरीरभृदः निभृतमरुत्मनोक्षदृढयोगयुजो हृदि यद् मुनय उपासते तदरयोऽपि ययुस्मरणाद् स्त्रिय उरगेन्द्रभोगभुजदण्डविषक्तधियो वयमपि ते समसरोजसुदाः कैहनुवेदबदावरजन्मलयोग्रसरम् यद उदगादृशिर्यमनुदेवगणा उभये तर्हि न सन्न चासदुभयं न च कालजवः किमपि न तत्र शास्त्रमवकृष्य शयेत यदाम् जनिमसतः सतो मृतिमुतात्मनि ये च भिदाम् विपणमृतं स्मरन्त्युपदिशन्ति त आरुपितैः त्रिगुणमयः पुमानिति भिदायदबोधकृदा त्वयि न ततः परत्रस भवेदवबोधरसे सदिव मनस्त्रिवृत्त्वयि विभात्य सदा मनुजाद् सदभिमृशन्त्यशेषमिदमात्मतयात्मविदः न हि विकृतिं त्यजन्ति कनकस्य तदात्मतया स्वकृतमनुप्रविष्टमिदमात्मतया वसितम् तव पर्ये चरन्त्यखिल सत्त्वनिकेततया तवुदपदाक्रमन्त्यविगणय्य शिरो निहृदेः परिवयसे पशूनिव गिरा विबुधानपितान् त्वयि कृतसौहृदा खलु पुनन्दिनये विमुगाः त्वमकरणस्वराडगिलकारकशक्तिधरः तव बलिमुद्वहन्ति समदन्द्यजयानिमिषाः वर्षभुजोऽखिलक्षितिपतेरिव विश्वसृजो विदधति यत्र ये त्वधिकृता भवतश्चकिताः स्थिरचरजातयस्युरजयोक्तनिमित्तयुजो विहर उदीक्षया यदि परस्य विमुक्त ततः न हि परमस्य कश्चिदपरो न परश्च भवेद् वियद इवापदस्य तव शून्यतुलां दददः अपरिमिता ध्रुवास्तनुभृगो यदि सर्वगताः तर्हि न शास्यतेति नियमो ध्रुवनेतरधाम् अजनिचयन्मयं तदविमुच्य नियन्त्र भवेद् सममनुजानतां यदमतं मददुष्टतया न गडद उद्भवः प्रकृतिपूरुषयो रजयोः उभययुजा भवन्त्यसुहृदो जलबुद्बुदवत् त्वयि तयि मे तदो विविधनामगुणैः परमे सरित इवार्णवे मधुनिलिल्युरशेषरसाः नृषु तव मायया भ्रमममीष्ववगत्य भृशम् त्वयि सुधियो भवेदधिभावमनुप्रभवम् कथमनुवर्ततां भवभयं तव यद्भ्रुकुटिः सृजति मुहुस्त्रिणेमिरभवच्छरणेषु भयम् विजितहृषीकवायुभिरदान्दमनस्तुरगं यैह यतन्ति यन्तुमतिलोलमुपायगितः व्यसनशदान्विता समवहाय गुरोश्चरणम् वणिजैवाजसन्ध्यकृतकर्णधरा जलधौ स्वजनसुतात्मदारधनधामधरा सुहृदैः त्वयि सदि किं नृणां श्रयत आत्मनि सर्वरसे इति सदजानतां मिथुनतो रतये चरतां सुखयति कोन्विह स्वविहते स्वनिरस्तभगे भुवि पुरुपुण्यतीर्थसदनानि ऋषयो विमदास्तवुत भवल्पदाम्बुजहृदो गपिदङ्घ्रिजलाः
ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസത്തെ പുരുഷസാരഹരാവസധാൻ സദ ഇദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹദം വ്യഭിചരതി ക്വച ക്വച മൃഷാന തതോഭയയുക വ്യവഹൃതയേ വികൽപയിഷിതോന്ധപരംപരയാ ഭ്രമയതി ഭാരതീ തൗരുവൃത്തിഭിരുക്തജടാൻ നയതിതമഗ്ര ആസന ഭവിഷ്യതോ നിദലാദ് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിതത മനോവിലാസമൃതമിത്യവയന്ത്യബുധാഃ സയതജയാ ത്വജാ മനുഷയീത ഗുണംശ്ച ജുഷन् ഭജതി സരൂപദം തദനു മൃത്യുമപേദഭഗഃ ത്വമുത ജഹാസിതാമഹിരിവ ത്വജമാപ്ത ഭഗോ മഹസി മഹീയസെഷ്ടഗുണിതേ പരിമേയ ഭഗഃ യദി ന സമുദ്ദരന്തി യതയോ ഹൃദി കാമജടാ ദുരധിഗമോ സദാം ഹൃദി ഗതോ സ്മൃതകണ്ഡമണിഃ അസുതൃപയോഗിനാം ഉപജതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാദനധിരൂഢപദാദ്ഭവതഃ ത്വദവഗമീന വേത്തി ഭവതുത്തശുഭാശുഭയോർ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതാം ച ഗിരഃ അനുയുഗമന്വഹം സഗുണഗീതപരംപരയാ ശ്രവണഭൃദോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ദ്യുപദയ ഏവ തേ നയയുരന്തമനന്തദയാ ത്വമപി യദന്തരാണ്ഡനിജയാനനു സാവരണാഃ കൈവരജാംസി വാന്തി വയസാ സഹയത്ശ്രുതയഃ ത്വയി ബലം യതന്നിരസനേന ഭവന്നിധനാഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രുതിഗീത ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതികൾ അഥവാ വേദങ്ങൾ ഭഗവാനെ പള്ളിയുണർത്താനായി അഥവാ സൃഷ്ടിയുടെ ആരംഭ സമയത്ത് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള 28 ശ്ലോകങ്ങളാണ് ശ്രുതിഗീത എന്ന് നമ്മൾ ഇവിടെ കാണുന്നത്. മൊത്തത്തിൽ വേദത്തിൻ്റെ സാരം ആറ്റിക്കുറുക്കി 28 ശ്ലോകങ്ങളെ കൊണ്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ ശ്ലോകങ്ങളിലും ഉള്ള ആശയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 19-ാം ശ്ലോകം വരെ അല്ലേ കണ്ടത്, 18 വരെ 19 വരെ.
14 ശ്ലോകം മുതൽക്കാണ് ആരംഭിച്ചത്. ഓരോ ശ്ലോകത്തിലും ഭഗവാന്റെ മഹിമയും ഭഗവാനെ ഭജിക്കാത്തവർ അവരുടെ ജന്മം പാഴായി പോകുന്നു, അല്ലെങ്കിൽ അവർ നരകങ്ങളിൽ സംസാരത്തിൽ എല്ലാം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭഗവാനെ ഭജിക്കുന്നവരാകട്ടെ അവർ സംസാരത്തിലേക്ക് തിരിച്ചു വരാത്തതായിട്ടുള്ള ആ മോക്ഷത്തെ പ്രാപിക്കുന്നു, ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള ആശയങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലും ഭഗവാനെ ഉപാസിക്കുന്നതിലുള്ള പല പദ്ധതികൾ, പല വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ. പക്ഷെ ഏത് മാർഗത്തിലൂടെ ഉപാസിച്ചാലും ഒരേ ലക്ഷ്യത്തെ തന്നെയാണ് പ്രാപിക്കുന്നത് എന്നതും അതിലൂടെ നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. അപ്പോൾ ഓരോരുത്തർ യോഗികൾ ഷഡാധാരങ്ങളിൽ, അതായത് ഷഡ്ചക്രങ്ങളിൽ ഭഗവാനെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്നു. വേറെ ചിലർ അവർ ഭഗവാനെ ഹൃദയത്തിൽ അനാഹത സ്ഥാനത്ത് ഉപാസിക്കുന്നു. എന്തായാലും അവർ അങ്ങനെ ഊർധ്വഗതിയിലൂടെ ഭഗവാന്റെ ശിരസ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മലോകത്ത് ചെന്ന് പിന്നീട് അവിടുന്ന് തിരിച്ചു വരാത്തതായിട്ടുള്ള, അഥവാ യമൻ്റെ മുഖത്തിലേക്ക് വീണ്ടും യമൻ്റെ വായിൽ വന്ന് വീഴാത്ത രീതിയിൽ ഇങ്ങനെ വരാതെ വണ്ണം അവർ മുകളിലോട്ട് പോകുന്നു. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ, ആ ഭഗവാന്റെ പരമധാമത്തെ അവർ പ്രാപിക്കുന്നു. ന പതന്തി കൃതാന്ത മുഖേ എന്ന് രാവിലത്തെ 18 ശ്ലോകത്തിലും അത് കഴിഞ്ഞ് 19 ശ്ലോകത്തിലും കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം, കർമ്മയോഗികൾ അന്ധക്കരണ ശുദ്ധി നേടി ഭഗവാനെ പ്രാപിക്കുന്നതിനെയാണ് 19 ശ്ലോകത്തിൽ കണ്ടത്. അങ്ങ് വാസ്തവത്തിൽ എല്ലാറ്റിലും വ്യാപിച്ച് ജീവഭാവത്തിലും ഈശ്വരഭാവത്തിലും എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് എല്ലാമായി എല്ലാറ്റിൻ്റെയും കാരണഭൂതനായി വസിക്കുന്നു. അതാത് ഉപാധികൾക്കനുസരിച്ചിട്ടുള്ള ആ ഒരു ഭാവങ്ങളെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഉപാധികൾക്കേ ഭേദമുള്ളൂ, വസ്തുവിന് ഭേദമില്ല. ഉപാധികൾ മിഥ്യയാണ്, ഉള്ള വസ്തു ചൈതന്യം അതെല്ലാറ്റിലും സമമായിരിക്കുന്നതാണ്. ഈ തത്വമാണ് ഭഗവാനെ നിഷ്കാമമായി സേവിച്ച് അഭിവിപണ്യവ എന്ന് പറഞ്ഞാൽ ഭഗവാനെ എന്താ പറയുക, ഒരു കച്ചവടാടിസ്ഥാനത്തിൽ ഭജിക്കാത്തവർ അല്ലേ. പണ്യം, വിപണി എന്നൊക്കെയുള്ള പദങ്ങൾ നമുക്ക് സുപരിചിതങ്ങളായിട്ടുള്ളതാണ്. പണ്യം എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വിൽക്കുന്ന കച്ചവടത്തിനെയാണ് പണ്യം എന്ന് പറയുക. അത് നടത്തുന്ന സ്ഥലമാണ് വിപണി, കച്ചവട സ്ഥലങ്ങളാണ്. ഇവിടെ അഭിവിപണ്യവ എന്ന് പറയുന്നതിലൂടെ ആ കച്ചവട മനോഭാവം ഇല്ലാത്തവരായിട്ട്, എന്ന് വെച്ചാൽ ഭഗവാനെ ഭജിക്കുന്നതിൽ നിന്ന്, ഭഗവാനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്തവരായിട്ട് നിസ്വാർത്ഥരായി ഭഗവാനെ ഭജിക്കുന്നവർ വിരജതിയ, അവരുടെ ബുദ്ധി അഥവാ അന്ധക്കരണം വിരജമാകുന്നു, രജോ ഗുണങ്ങൾ നീങ്ങി പരിശുദ്ധമാകുന്നു, ചിത്തശുദ്ധി നേടുന്നു എന്നർത്ഥം. അവര് ഏകരസം സമം തവധാമ അന്വയന്തി, എല്ലായിടത്തും ഒരേ രസത്തോടു കൂടിയിരിക്കുന്ന അങ്ങയുടെ ധാമത്തെ, ഏകരസവും സമവുമായിട്ടുള്ള അങ്ങയുടെ ധാമത്തെ അന്വയന്തി, പ്രാപിക്കുന്നു, അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ ഭഗവാനെ എല്ലാറ്റിലും സമമായി ദർശിച്ച് സർവാത്മഭാവത്തിൽ അവരുടെ കർമ്മങ്ങളെയെല്ലാം ഈശ്വരാർപ്പണമാക്കി നിസ്സംഗമായി നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മയോഗികൾ ഭഗവാനെ പ്രാപിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കും അങ്ങനെ എന്താ പറയുക, രജോ ഗുണമെല്ലാം നശിച്ച്
വിരജതീകളായിട്ട് അങ്ങയെ പ്രാപിക്കുവാനായിക്കൊണ്ട് സാധിക്കുമാറാകണേ എന്ന് ഈ സ്തുതി പഠിക്കുന്ന നമ്മൾക്കും പ്രാർത്ഥിക്കാം. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇത് തന്നെയാണ്, പ്രാർത്ഥനകൾ തന്നെയാണ് എന്നർത്ഥം. ആ ഭഗവാനെ ഞങ്ങളും ഭജിക്കുന്നു എന്ന്. അപ്പം ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. 20-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ. സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ. നാരായണ. സ്വകൃതപുരേഷു അമീഷു അബഹിരന്തര സംവരണം. സ്വകൃതപുരേഷു അമീഷു. അമീഷു എന്ന് പറഞ്ഞാൽ ഇവയിലെല്ലാം, ഈ കാണുന്നതിലെല്ലാം. അതെന്താണ്? സ്വകൃതപുരങ്ങളാണ്, ഭഗവാനാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ദേഹങ്ങളെയാണ് ഇവിടെ പുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ പുരങ്ങളിലും ഭഗവാനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ ദേഹങ്ങളിൽ, ഈ ചരാചരാത്മകമായ ശരീരങ്ങളിലെല്ലാം ആ ബഹിരന്തര സംവരണം. സംവരണം എന്ന് പറഞ്ഞാൽ ആവരണം തന്നെയാണ്. ആസമന്താത് വരണം അഥവാ മറയ്ക്കുന്നത്. അതിൽ സമ്യക് വരണം എന്നുള്ള എന്നുള്ള ഉപസർഗം പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സംവരണം എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നത് എന്നാണ്. ഇവിടെ എന്ന് നെഗറ്റീവ് ഇത് കൊടുത്തിട്ടുണ്ട്. ബഹിഹി അന്തഹ സംവരണം എന്നല്ല പറഞ്ഞത്, ബഹിരന്തര സംവരണം. ഒരകാരം രണ്ടിനു മുമ്പ്. അപ്പോൾ അബഹി സംവരണം, അതുപോലെ തന്നെ അനന്തര സംവരണം. അകാരത്തെ ബഹിയുടെ മുമ്പിൽ ചേർത്താൽ അബഹി, അന്തരത്തിന്റെ മുമ്പിൽ ചേർത്താൽ അനന്തരമാകും. അപ്പോൾ അങ്ങനെ അകത്തും പുറത്തും, അഥവാ ബഹി എന്ന് പറയുമ്പോൾ പുറത്ത്, അന്തഹ എന്ന് പറയുമ്പോൾ അകത്ത്, രണ്ടിലും മറവോടുകൂടാത്തതായിട്ടുള്ള പുരുഷം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ, ഈ പുരിയിൽ ശയിക്കുന്ന, പുരങ്ങളിലെല്ലാം ശയിക്കുന്നവൻ പുരുഷൻ, ജീവാത്മാ. അതാണ് സ്വകൃതപുരേഷു പുരുഷം. ഈ സ്വകൃതപുരങ്ങളിലെല്ലാം മറവോടുകൂടാതെ വ്യാപിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരരൂപത്തിലും ഈശ്വരൻ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു, ഉള്ളില് ജീവനായിട്ടും ഇരിക്കുന്നു. അങ്ങനെ അകത്തും പുറത്തും മറവോടുകൂടാതെ ഈ പുരുഷൻ ജീവാത്മാവിനെ അഖില ശക്തി ധൃത തവ അംശകൃതം വദന്തി. തവ അംശകൃതം, അങ്ങയുടെ അംശത്താൽ കൃതമാണ് എന്ന് വദന്തി. ആര് പറയുന്നു? അറിവുള്ളവർ പറയുന്നു. എങ്ങനെയുള്ള തവ? അഖില ശക്തി ധൃത, അഖില ശക്തികളെയും ധരിക്കുന്ന, സർവശക്തികളെയും ധരിക്കുന്ന സർവശക്തനായ ഈശ്വരനായ അങ്ങയുടെ അംശകൃതം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഈ പുരങ്ങളിലൊക്കെ ശയിക്കുന്ന ചൈതന്യത്തെ, ഓരോ പുരങ്ങളിലുമുള്ള പുരുഷനെ അങ്ങയുടെ തന്നെ അംശമായി പറയുന്നു. എന്ന് വെച്ചാൽ ജീവാത്മാവിനെ ഈശ്വരന്റെ അംശമായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങയുടെ അംശഭൂതന്മാരാണ് ഈ പുരങ്ങളിൽ വസിക്കുന്ന ജീവാത്മാക്കൾ. അങ്ങനെയുള്ള ജീവാത്മാക്കൾ എന്ത് ചെയ്യുന്നു? അവർ പറയുന്നു, ഇതി നൃഗതിം വിവിച്യ.
ഭുവി കവയഃ നിഗമാവപനം അഭവം ഭവതഃ അംഗ്രിം വിശ്വസിതാഃ ഉപാസതേ. അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് ഇപ്രകാരം അങ്ങയുടെ തന്നെ അംശമാണ് ഈ പുരത്തിൽ വസിക്കുന്ന ചൈതന്യമായ ജീവാത്മാവ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതി നൃഗതിം വിവിച്യ, നൃഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തത്വത്തെ, നരസ്യ ഗതി നൃഗതി, അഥവാ നരൻ എന്തിനു വേണ്ടി വന്നവനാണ്, നരന്റെ ജീവിത ലക്ഷ്യം എന്താണ്, ഗതി എന്താണ്, അവന്റെ സ്വരൂപം എന്താണ്, അവൻ എവിടുന്ന് വന്നു എവിടേക്ക് പോകുന്നു, ഇതൊക്കെ ഈ തത്വം അറിയുമ്പോൾ അറിയാം. ഈ പുരങ്ങളിലെല്ലാം ഈ ചൈതന്യമാണ് അകത്തും പുറത്തും മറവില്ലാതെ വ്യാപിച്ചു നിൽക്കുന്നത് എന്ന് അറിയുന്നതോടു കൂടിയിട്ട് അവനവനെ തന്നെയാണ് അറിയുന്നത്. അതാണ് നൃഗതിം വിവിച്യ, നൃഗതിയെക്കുറിച്ച് വിവേചിച്ചറിഞ്ഞ്, അതോടൊപ്പം താൻ അത് തന്നെയാണ്, താൻ അവിടേക്കാണ് പ്രാപിക്കേണ്ടത്, അതാണ് തൻ്റെ ലക്ഷ്യം എന്ന് അറിഞ്ഞുകൊണ്ട് ഭുവി കവയഃ, ഈ ഭൂമിയിൽ കവികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഋഷീശ്വരന്മാരെ പോലെ അറിവുള്ളവർ എന്നർത്ഥം. ദീർഘദൃഷ്ടി ഉള്ളവരായിട്ടുള്ളവർ, സൂക്ഷ്മദൃഷ്ടിയുള്ളവർ, വിവേകികൾ എന്നൊക്കെ അർത്ഥം. അവര് നിഗമ ആവപനം അഭവം ഭവതഃ അംഗ്രിം വിശ്വസിതാഃ ഉപാസതേ. ആ കവികൾ നിഗമ ആവപനം, നിഗമങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്, ആവപനം എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലമാണ്, എന്താ പറയുക, വിതയ്ക്കുന്ന സ്ഥലമാണ്. ഇവിടെ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴോ നിഗമ ആവപനം എന്ന് പറയുമ്പോൾ വേദങ്ങളാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളുടെ എല്ലാം സമർപ്പണ സ്ഥാനം. എങ്ങനെയാണോ നമ്മൾ വിത്തിനെ കൃഷിസ്ഥലത്ത് സമർപ്പിക്കുന്നത്, അതുപോലെ നമ്മൾ ചെയ്യുന്ന വൈദികങ്ങളായ കർമ്മങ്ങളെല്ലാം ആരുടെ പാദങ്ങളിലാണോ സമർപ്പിക്കേണ്ടത്, അവിടെ നിഗമാപനമായിട്ട് അംഗ്രിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ പാദത്തിലാണ് എല്ലാം അർച്ചിക്കേണ്ടത്, എല്ലാം സമർപ്പിക്കേണ്ടത്. ഇതം മമ സ്വാഹ എന്ന് പറഞ്ഞ് ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം അങ്ങയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കലാണ് ഇവിടുത്തെ വിതയ്ക്കല്. വിതയ്ക്കുന്ന പോലെ ഒരു കർമ്മം ഭഗവാനിൽ സമർപ്പിക്കലാണ്. അങ്ങനെ നിഗമാവപനം, വേദോക്ത കർമ്മങ്ങളുടെ സമർപ്പണ സ്ഥാനമായിരിക്കുന്ന അഭവം, അഭവം എന്ന് പറഞ്ഞാലോ ഇനി ഒരിക്കലും പുനർഭവം ഉണ്ടാക്കാത്ത, സംസാരത്തെ നിവർത്തിക്കുന്ന, സംസാരത്തിലേക്ക് മടങ്ങി വരാത്തതായിട്ടുള്ള ഭവതഃ അംഗ്രിം വിശ്വസിതാഃ ഉപാസതേ. അങ്ങയുടെ അംഗ്രിയെ, പാദത്തെ നല്ല വിശ്വാസമുള്ളവരായി ഉപാസിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. അപ്പോൾ അങ്ങയുടെ അംശഭൂതന്മാരായ ഈ ജീവാത്മാക്കൾ എന്ത് ചെയ്യുന്നു? അങ്ങയുടെ പാദഭജനം ചെയ്യുന്നു. അവരുടെ എല്ലാ കർമ്മങ്ങളും അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇനി മടങ്ങി വരാത്തതായിട്ടുള്ള സ്ഥാനത്തെ അവർ പ്രാപിക്കുന്നു എന്ന് താല്പര്യമാണ്. അവർ പൂർണ്ണതയെ പ്രാപിക്കുന്നു, അഥവാ അവരുടെ സ്വരൂപത്തെ പ്രാപിക്കുന്നു, മുക്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന പുരങ്ങളെല്ലാം അങ്ങയുടെ ശരീരങ്ങൾ, അങ്ങയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിലൊക്കെ ചൈതന്യം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. കാണുന്നവർക്ക് സ്പഷ്ടമായിട്ട് കാണാം, ആവരണമില്ലാതെ കാണാം. അതാണ് ആ ബഹിരന്തര സംവരണം. അങ്ങനെയുള്ള തവ പുരുഷം വദന്തി, അങ്ങയുടെ പുരുഷനാണ്, അങ്ങയുടെ അംശമായ ജീവനാണെന്ന് എല്ലാവരും അംശകൃതം പുരുഷം വദന്തി, അംശത്താൽ നിർമ്മിക്കപ്പെട്ട പുരുഷനാണെന്ന് പറയുന്നു. അങ്ങാരാണ്? അഖില ശക്തി ധൃത, അഖില ശക്തികളെയും ധരിക്കുന്ന സർവശക്തനാണ്. അപ്പോൾ സർവശക്തനായ അങ്ങയുടെ അംശമാണെന്ന് അറിവുള്ളവർ അറിയുന്നു. എന്നിട്ട് അവർ അവരുടെ ഗതിയെ അറിഞ്ഞ്, സ്വരൂപത്തെ അറിഞ്ഞ്, വിവേകം ചെയ്ത് എല്ലാ കർമ്മങ്ങളെയും, വൈദിക കർമ്മങ്ങളെല്ലാം എവിടെ സമർപ്പിക്കണമോ ആ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇനിയൊരു മടങ്ങി വരവില്ലാത്ത സ്ഥാനത്തെ അവർ പ്രാപിക്കുന്നു.
അപ്പോൾ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവരും ഭഗവാനെ തന്നെയാണ് ഉപാസിക്കുന്നത്, ഭഗവാനെ തന്നെയാണ് ഉപാസിക്കേണ്ടത്, ആ ഭഗവാനെ തന്നെയാണ് പ്രാപിക്കേണ്ടത്. ഇവിടെ പ്രാപിക്കുക എന്നൊക്കെ ഉള്ളത് സാങ്കേതികം മാത്രമാണ്. അവിടെ വിവിച്യ എന്ന് പറയുന്നുണ്ട്. നൃഗതിം വിവിച്യ, നരന്മാരുടെ ഗതി അഥവാ എന്താ പറയുക, സ്വരൂപം എന്നർത്ഥമാണ് അവിടെ. ലക്ഷ്യം എന്നുള്ള അർത്ഥത്തേക്കാൾ എന്താണ് തൻ്റെ സ്വരൂപം എന്ന് വിവേചിച്ചറിഞ്ഞ് ആ വിവേകികളായിട്ടുള്ള കവികൾ അങ്ങയെ തന്നെ ഉപാസിച്ച് അങ്ങയെ തന്നെ പ്രാപിക്കുന്നു, അങ്ങയുടെ സ്വരൂപമാണെന്ന് തിരിച്ചറിയുന്നു. അത്രയേ ഉള്ളൂ. അവരുടെ ആ എന്താ പറയുക, ജീവഭാവത്തെ അവർ ഉപേക്ഷിക്കുന്നു. ജീവഭാവം ഈ ഉപാധിയിലുള്ള ശരീരാദികളിലുള്ള താതാത്മ്യം കൊണ്ടാണ്. അത് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഈശ്വരനാണെന്നുള്ള അറിവോടുകൂടി ഈശ്വരനെ ഉപാസിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും നിസ്വാർത്ഥമായി ഈശ്വരനിൽ സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ച് ഇത്രയും കാലം കൊണ്ട് അജ്ഞാനം കൊണ്ട് നമ്മൾ ആർജിച്ചതായിട്ടുള്ള നമ്മുടെ ദുശ്ശീലങ്ങളെയെല്ലാം വെടിയുന്നു. നമ്മുടെ സ്വഭാവം തന്നെ നമ്മളെ വിട്ടുപോകണം. ഇപ്പം നമ്മുടെ സ്വഭാവം അജ്ഞാനം കൊണ്ടുള്ള സ്വാർത്ഥതയിൽ നിന്നുള്ള പ്രവൃത്തികളാണ്. എപ്പോൾ എന്തു ചെയ്യുമ്പോഴും അവനവൻ്റെ സ്വാർത്ഥത, അവനവന് എന്ത് ലാഭം കിട്ടും, എനിക്ക് എന്ത് പ്രയോജനമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ഈ തത്വങ്ങളെല്ലാം വേണ്ട പോലെ അറിഞ്ഞു കഴിയുമ്പോൾ അതുതന്നെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ആ തൻ്റെ തന്നെ കാരണഭൂതനായ ഈശ്വരനിലേക്ക് സമർപ്പിക്കുകയാണ്. തന്നെ ആ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. തൻ്റെ വ്യക്തിത്വം ഇല്ലാതാകുന്നു. ഞാൻ ഭഗവാനാകുന്ന സമുദ്രത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തരംഗമാണിപ്പോൾ. ഈ തരംഗ ശരീരം നിലനിൽക്കുന്നതും ആ സമുദ്രത്തിലാണ്. ഈ തരംഗം ഇനി വിലയിക്കേണ്ടതും ആ സമുദ്രത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ തരംഗ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ സേവിക്കേണ്ടതും എൻ്റെ യഥാർത്ഥ ഗതിയെ തന്നെയാണ്. എൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാപ്യസ്ഥാനം, എൻ്റെ ആശ്രയം, എന്നെ ഞാനാക്കുന്ന എൻ്റെ ഉടമസ്ഥൻ. എൻ്റെ ഉടമസ്ഥൻ ആരാണ്? തരംഗത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? സമുദ്രം എന്ന് വ്യവഹാര ഭാഷയാ നമുക്ക് പറയാം. സമുദ്രവും തരംഗവും ഒന്ന് തന്നെയാണ്. രണ്ടായി കാണുമ്പോഴാണ് തരംഗത്തിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് സമുദ്രമാണ്. അപ്പോൾ ആ ഒരു ഭേദഭാവന ഉള്ളത് വരേക്ക് എന്തു ചെയ്യണം? തരംഗം സമുദ്രത്തോട് മത്സരിക്കാൻ പാടുള്ളതല്ല. തരംഗം സമുദ്രത്തെ സേവിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഈ ജീവന്മാര് ഈശ്വരനെ സേവിച്ച് ആ ജീവഭാവം ഇല്ലാതെയാവുന്നു. താനും ഈശ്വരനും ഒന്നാണെന്നുള്ള ആ ഐക്യം അത് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രാപിക്കുകയല്ല, തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. അപ്പോൾ അതുപോലെ നമ്മൾക്കും പ്രാർത്ഥിക്കാം. എന്നെയും എങ്ങനെയാണോ ആ കവികൾ വിവേചനം ചെയ്ത് അവരുടെ കർമ്മങ്ങളെയെല്ലാം, വൈദിക കർമ്മങ്ങളെയെല്ലാം ഈശ്വരനായ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് സ്വയം അഭവമായ സ്ഥാനത്തെ പ്രാപിക്കുന്നത്, ഇനി ഭവിക്കാത്തതായിട്ടുള്ള ജനന മരണാദികളില്ലാത്ത സംസാരരഹിതമായിട്ടുള്ള സ്ഥാനത്തെ പ്രാപിക്കുന്നത്, അതുപോലെ എനിക്കും പ്രാപിക്കണം. അതിനുവേണ്ടി എന്നോട് ആ കവികളുടെ ബുദ്ധി എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചാലും അല്ലേ. ആ കവികൾക്ക് വിവേകമുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് അവരുടെ അത്ര വകതിരിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്? ആ കവികളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്നത് ആ വകതിരിവിൻ്റെ കുറവാണ്. ആ വകതിരിവ് വിവേകം തന്ന, അതാണ് അവിടെ വിവിച്യ എന്ന് പറയുന്നത്. നൃഗതിം വിവിച്യ, അവനവൻ്റെ സ്വരൂപത്തെ വിവേചനം ചെയ്ത് അറിയുവാനുള്ള കഴിവ്, ആത്മ അനാത്മ
വിവേചനം അത് ചെയ്തുകൊണ്ട് തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുവാനായിക്കൊണ്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥന. സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേऽംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ. വിശ്വസിതാഃ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളവർ, ഭക്തിയുള്ളവർ, അങ്ങയിൽ വിശ്വാസമുള്ളവർ അങ്ങയെ ഉപാസിക്കുന്നു, അങ്ങയുടെ പാദകമലത്തെ ഉപാസിക്കുന്നു, അങ്ങയുടെ അംഗ്രിയെ, അഭവസ്ഥാനമായ അംഗ്രിയെ ഉപാസിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ പാദത്തിൻ്റെ ഉപാസനയുടെ ഫലമോ ഈ നൃഗതി അഭവമായ ആ സ്വരൂപത്തെ പ്രാപിക്കൽ തന്നെയാണ്. ഇനിയൊരു ഭവമില്ലാത്ത നസ പുനരാവർത്തതേ എന്ന് ഉപനിഷത്ത് പറയും. ഈ തത്വം അറിഞ്ഞവൻ പിന്നെ സംസാരത്തിലേക്ക് മടങ്ങി വരുന്നില്ല. അപ്പോൾ നമുക്കും അങ്ങനെ കവികളെ പോലെ വിചാരം ചെയ്ത് എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാനിൽ ഒന്നായി തീരേണ്ടതില്ല, ഓൾറെഡി ഒന്ന് തന്നെയാണ്. ആ അറിവ് ഉറയ്ക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അങ്ങനെ നമുക്ക് മുക്തരാവാം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. ദുരധിഗമാത്മതത്വനിഗമായ തവാത്തതനോഃ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ. ദുരധിഗമാത്മതത്വനിഗമായ തവാത്തതനോഃ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ. അപ്പോൾ ഇവിടെ ഭക്തിയുടെ മഹത്വമാണ് ഭഗവാന്റെ ചരിതമഹാബ്ദിയിൽ വീണ്ടും മുഴുകുന്ന കഥയാണ് പറയുന്നത്. അങ്ങയുടെ പരമഭക്തന്മാരായിട്ടുള്ളവർ അങ്ങയുടെ ഭക്തിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അവർക്ക് വേറെ ഒന്നും അങ്ങയിൽ നിന്ന് വേണ്ട, പുരുഷാർത്ഥങ്ങളൊന്നും അവർക്ക് വേണ്ട എന്ന് താല്പര്യം. നമ്മുടെ മുകുന്ദമാലയിലെ സ്തോത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള അർത്ഥമാണിവിടെ. മുകുന്ദമാല വളരെ ഈസിയാണ്. ശ്രുതിഗീത കുറച്ച് വലിയ സമസ്ത പദങ്ങളെ കൊണ്ടും ഒരുപാട് വളച്ചു കെട്ടിയിട്ടും കുറച്ച് ഗഹനമാക്കി വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രുതിയുടെ ഗൗരവം, ശ്രുതിയുടെ ഗാംഭീര്യം, അത് ആണ് ഈ ശ്രുതിഗീതയുടെ ഒരു ഗാംഭീര്യം. മറ്റത് ഭക്തന്മാർ വളരെ സിമ്പിളായിട്ട് അതേ കാര്യം പറഞ്ഞു. നോക്കാം, നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യം പിടികിട്ടും. ദുരധിഗമ ആത്മതത്വ നിഗമായ തവ ആത്തതനോഃ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിത് അപവർഗമപി ഈശ്വരത്തെ ചരണസരോജഹംസകുല സംഘവിസൃഷ്ടഗൃഹാഃ. ഇവിടെ ഭഗവാന്റെ സംബോധന മൂന്നാമത്തെ വരിയിൽ അപി ഈശ്വര എന്നുള്ള സംബോധന. അല്ലയോ സർവനിയന്താവായിരിക്കുന്ന ഭഗവാനെ, ദുരധിഗമ ആത്മതത്വ നിഗമായ, ദുരധിഗമം
അധിഗമിക്കാൻ ദുഃഖമുള്ളത്. ദുഃഖേന അധിഗന്തും ശക്യം ഇത് ദുരധിഗമം. അപ്പോൾ പ്രാപിക്കാൻ, അറിയുവാൻ എല്ലാം പ്രയാസമേറിയതാണ് എന്ത്? ആത്മതത്വം. അതിഗഹനമായിട്ടുള്ളതാണ്, വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ് ആത്മതത്വം. അപ്പോൾ ദുരധിഗമമായ ആത്മതത്വത്തിൻ്റെ ആ നിഗമായ നിഗമം എന്ന് പറഞ്ഞാൽ അതിനെ നിശ്ചയിക്കാനായിക്കൊണ്ട്, അറിയാനായിക്കൊണ്ട് എന്നൊക്കെ അർത്ഥമാണ്. നിതരാം ഗമിക്കലാണ് നിഗമം, പ്രാപിക്കാനായിക്കൊണ്ട്. അപ്പോൾ അറിയപ്പെടാൻ കഴിയാത്തതായിട്ടുള്ള ആത്മതത്വത്തെക്കുറിച്ച് അറിയാനായിക്കൊണ്ട്, അതിനെ പ്രാപിക്കാനായിക്കൊണ്ട്, നിശ്ചയിക്കാനായിക്കൊണ്ട് ആത്മതനോഹോ തവ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഹ കേചിത് തേ ചരണസരോജ ഹംസകുലസംഗ വിസൃഷ്ട ഗൃഹാഹ അപവർഗമപി ന പരിലഷന്തി. അപ്പോൾ ഭഗവാനെ കുറിച്ചാണ് ഈ പറഞ്ഞത് ദുരധിഗമ ആത്മതത്വ നിഗമായ എന്ന്. ആത്മതത്വം എല്ലാവർക്കും ഗ്രഹിക്കാൻ വളരെ ദുരധിഗമമാണ്. അപ്പോൾ അതിനെ മറ്റുള്ളവർക്ക് നിഗമിപ്പിക്കാൻ, നിതരാം ഗമിപ്പിക്കാൻ, നന്നായി പ്രാപിപ്പിക്കാൻ, എളുപ്പത്തിൽ അതിനെ പ്രാപിക്കാനായിക്കൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യണത്? മൂർത്തികളെ ധരിക്കുന്നത്. അതാണ് ആത്തതനോഹോ, അവതാര ശരീരങ്ങളെ സ്വീകരിച്ചിരിക്കുന്നവൻ, ലീലാ വിഗ്രഹങ്ങളോട് കൂടിയവൻ. ആത്തം പ്രാപ്തം തനു ശരീരം. അപ്പൊ തൻ്റെ ശരീരം, ഭഗവാൻ ശരീരമെടുക്കുന്നത് എന്തിനു വേണ്ടി? ആത്മതത്വത്തെ എല്ലാവർക്കും എളുപ്പത്തിൽ പ്രാപിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെയും സഗുണ ഉപാസനയുടെ മാഹാത്മ്യമാണ്, അതിൻ്റെ തത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം വേദങ്ങൾ ഇപ്പൊ സ്തുതിക്കുന്നത് സഗുണപ്രധാനമായിട്ടാണ് എന്ന് പറഞ്ഞു. ഗുണവൃത്തികളായ വേദങ്ങൾ നിർഗുണനായ ഭഗവാനെ എങ്ങനെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഗുണവൃത്തികളായ വേദങ്ങൾ ഭഗവാന്റെ ഗുണഗണങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതലും സ്തുതിക്കുന്നത്. ആ സഗുണനായ ഭഗവാനെ തന്നെയാണ് ഇവിടെ ഉപാസിക്കുന്നത്. അപ്പോൾ ആ സഗുണ ഭഗവാന്റെ ഭാവങ്ങളുടെ, അവതാരമൂർത്തികളുടെ മഹാത്മ്യത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും ദുരധിഗമമായിട്ടുള്ളതാണ് ആത്മതത്വം. അതിനെ ഗമിപ്പിക്കാനായിക്കൊണ്ട് നിഗമായ ആത്മതനോഹോ, ശരീരം സ്വീകരിച്ചിരിക്കുന്നവനായ തവ അങ്ങയുടെ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഹ, ചരിതമാകുന്ന മഹാ അമൃതാബ്ധി, ഭഗവാന്റെ ലീലകളാകുന്ന, ചരിതങ്ങളാകുന്ന മഹാ അമൃതാബ്ധി, വലിയ അമൃത സമുദ്രം എന്ന് പറയാം. അത് എന്താ പറയുക, അതിഗഹനമാണ്, ആഴമേറിയതും വിപുലവുമാണ് ഭഗവാന്റെ ചരിതം. എത്ര പറഞ്ഞാലും തീരുന്നതല്ല, വറ്റിക്കാൻ പറ്റുന്നതല്ല ഭഗവാന്റെ ചരിതമാകുന്ന ഈ അമൃതാബ്ധിയെ. ആരെത്ര കോരി കുടിച്ചാലും, എത്ര കോരിക്കൊണ്ടുപോയാലും അതിനിയും ബാക്കിയുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഹ, അതിൻ്റെ ഉള്ളിൽ പരിവർത്തിക്കുന്നത് കൊണ്ട്, പരിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി മുഴുകുന്നത് കൊണ്ട്, അതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ചരിതത്തിൽ തന്നെ വർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ പരിശ്രമണങ്ങളെല്ലാം മടങ്ങിയിരിക്കുന്നു അവരിൽ നിന്ന്. അതിൽ ഭഗവാന്റെ കഥാമൃതത്തിൽ മുങ്ങിക്കുളിക്കുന്നത് കൊണ്ട് മറ്റ് പരിശ്രമങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടെ പരിവർത്ത എന്നുള്ള ശബ്ദം കൊണ്ട് നിവൃത്ത എന്നുള്ള അർത്ഥവും കൂടിയായി. നിവൃത്ത പരിശ്രമണാഹ, പരിവർത്തങ്ങൾ അഥവാ പരിശ്രമങ്ങളെല്ലാം നിവർത്തിച്ചവരായിട്ട്, കഷ്ടപ്പാടുകളെല്ലാം ഉപേക്ഷിച്ചവരായിട്ട് എന്നർത്ഥം. സംസാര ദുഃഖങ്ങളെല്ലാം ഉപേക്ഷിച്ചവരായിട്ടുള്ള കേചിത് ചിലര് തേ ചരണസരോജ ഹംസകുല സംഘ വിസൃഷ്ട ഗൃഹാഹ അപവർഗമപി ന പരിലഷന്തി. ചരണസരോജ ഹംസകുല സംഘ വിസൃഷ്ട ഗൃഹാഹ, അങ്ങയുടെ ചരണസരോജ,
അങ്ങയുടെ പാദകമലം, ആ പാദകമലം അഥവാ പാദമാകുന്ന താമരയിൽ ഹംസകുലങ്ങളെപ്പോലെ, ഹംസക്കൂട്ടങ്ങളെപ്പോലെ രമിച്ചുകൊണ്ട്, അതിൽ സംഘം ചേർന്നുകൊണ്ട് എന്ന് വെച്ചാൽ സംഗമിച്ചുകൊണ്ട്, വിസൃഷ്ട ഗൃഹാഹ, വിസർജിച്ച ഗൃഹങ്ങളോടുകൂടിയവരായിട്ട്, ഗൃഹങ്ങളെ ഉപേക്ഷിച്ചവരായിട്ട് എന്ന് പറഞ്ഞാൽ സന്യാസധർമ്മം സ്വീകരിച്ചവരായിട്ട്. എന്താ ഗൃഹം എന്ന് പറഞ്ഞാൽ തന്നെ സംസാരത്തിൻ്റെ കേന്ദ്രമാണ് അല്ലേ? എല്ലാ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണ് ഈ ഗൃഹമാകുന്ന പൊട്ടക്കിണർ അല്ലേ? ആ കിണറിനെ ഉപേക്ഷിച്ച് ഈ ഭഗവാന്റെ പാദകമലത്തിൽ രമിക്കുന്ന ഹംസങ്ങളെപ്പോലെ, ഹംസസംഘങ്ങളെപ്പോലെ അതിൽ ചേർന്നുകൊണ്ട് ഉപേക്ഷിച്ച ഗൃഹങ്ങളോടുകൂടിയവരായിട്ട്. ഗൃഹ എന്ന് പറയുമ്പോൾ ഗൃഹങ്ങളും അതിനോട് അനുബന്ധമായിട്ടുള്ള ഭാര്യ, പുത്രാദികൾ, ധനം, എന്തെല്ലാം സംഘമുണ്ടോ അതിനെയെല്ലാം ഉപേക്ഷിച്ചവരായിട്ട്. അപവർഗം അപീന പരിലഷന്തി, അപവർഗം അപി, മോക്ഷത്തെ പോലും ന പരിലഷന്തി, ആഗ്രഹിക്കുന്നില്ല, അവരാഗ്രഹിക്കുന്നില്ല, മോക്ഷം പോലും അവർക്ക് വേണ്ട. അപ്പൊ അവരുടെ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഭക്തിയാണ്, ഭജനാനന്ദമാണ്. ഭജനാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് അവർ ബദ്ധരാണ്, അവർക്ക് ദുഃഖമുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഈ ബദ്ധരായിട്ടുള്ളവർക്കല്ലേ മോക്ഷം വേണ്ടു. എനിക്ക് മുക്തി വേണം എന്ന് പറയുന്നത് ആരാണ്? ഞാൻ ബദ്ധനാണ് എന്ന് കരുതുന്നവരാണ്. എനിക്ക് ദുഃഖങ്ങളിൽ നിന്ന് മോചനം വേണം എന്ന് പറയുന്നത് ദുഃഖമുള്ളവരാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളവർക്കേ അതിൽ നിന്ന് മോചനം വേണ്ടു. ഇവിടെ ഭഗവാന്റെ എന്താ പറയുക, പാദകമലത്തെ ആശ്രയിച്ച് ഭഗവാന്റെ കഥാമൃതത്തിൽ മുഴുകിയിരിക്കുന്നവരായ അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക്, ഭക്തോത്തമന്മാർക്ക് എന്ത് വേണ്ട? അവർക്ക് മോക്ഷം പോലും വേണ്ട. അതാണ് അപവർഗമവി ന പരിലഷന്തി കേചിത് അപവർഗമീശ്വരത്തെ ചരണസരോജ ഹംസകുല സംഘ വിസൃഷ്ട ഗൃഹാഹ. അപ്പോൾ അസത്തായ കാര്യങ്ങളിൽ ഭ്രമമില്ലാത്തതുകൊണ്ട് ആ അസത് സംഘത്തെ ഉപേക്ഷിച്ച് സത്സ്വരൂപനായ അങ്ങയെ അവർ ശരണം പ്രാപിച്ചിരിക്കുന്നു, അങ്ങയുടെ പാദകമലത്തെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർ അതിഭാഗ്യവാന്മാർ അല്ലേ? അങ്ങനെയുള്ളവർ വളരെ ചുരുക്കം. അതാണ് കേചിത് എന്ന് സൂചിപ്പിച്ചു. ഒരു ചിലർ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ഭഗവാൻ ഗീതയിൽ പറയും, മനുഷ്യന്മാരിൽ ആയിരക്കണക്കിന് ആളുകളിലാണ് ഒരാളാണ് എന്നെ സിദ്ധിക്കായിക്കൊണ്ട് പ്രാപിക്കുന്നത്. അങ്ങനെ എന്നെ തത്വത്തിൽ അറിയുന്നവർ, എന്നെ ശരിയായ രീതിയിൽ പ്രാപിക്കുന്നവർ വളരെ, ആ ആയിരങ്ങളിലും ഒന്നോ രണ്ടോ പേരെന്ന്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാം സിദ്ധാനാമപി. അങ്ങനെ യത്നം ചെയ്യുന്നവരായിട്ടുള്ള സാധകന്മാരിൽ വെച്ച് കശ്ചിത് മാം വേത്തി തത്വതഃ, ഏതോ ഒരുവൻ എന്നെ തത്വത്തിൽ അറിയുന്നു. അങ്ങനെ അറിഞ്ഞ് ഭഗവാനെ തന്നെ പരിപൂർണമായി ശരണം പ്രാപിച്ച് ഭഗവാന്റെ പാദത്തിൽ എന്താ പറയുക, സ്വയം സമർപ്പിതരായിരിക്കുന്ന, ഗൃഹാദികളെല്ലാം എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്ന അവർ പറയുന്നു, നാസ്താധർമ്മേ നവസുനിചയേ നൈവ കാമോപഭോഗേ യദ്യദ്ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാംബോരുഹയുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. അല്ലെങ്കിൽ നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വമദ്വന്ദ്വഹേതോഃ കുംഭീപാകം ഗുരുമഭിഹരേ നാരകം നാപനേതും രമ്യാ രാമാമൃദുതനുലതാനന്ദനേനാഭിരന്തും ഭാവേ ഭാവേ ഹൃദയഭവനേ ഭാവജേയം ഭവന്തം. ഇതാണ് അവരുടെ
ഭഗവാനോടുള്ള പ്രാർത്ഥന. ഞാൻ അങ്ങയെ വന്ദിക്കുന്നത് നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വം അദ്വന്ദ്വഹേതോ. എനിക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല, ദ്വന്ദ്വാവസ്ഥകളെ ഉപേക്ഷിച്ച് അദ്വൈത അനുഭൂതി ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങയെ ഭജിക്കുന്നത്. നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വം അദ്വന്ദ്വഹേതോ. എനിക്ക് മോക്ഷമൊന്നും വേണ്ട. കുംഭീപാകം ഗുരുമഭി ഹരേ നാരകം നാപനേതും. കുംഭീപാകം എന്നുള്ള അതിഗൗരവമേറിയ ദുഃഖപൂർണമായ നരകത്തിൽ നിന്ന് എന്നെ അപനയിക്കുവാൻ, എന്നെ അതിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ എനിക്കിനി അമ്മയുടെ ഗർഭവാസമാകുന്ന നരകത്തിൽ പ്രവേശമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ല, ഇനി ജന്മങ്ങൾ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങയെ ഭജിക്കുന്നത്. കുംഭീപാകം ഗുരുമഭിഹരേ നാരകം നാപനേതും രമ്യാ രാമാ മൃദു തനുലതാനന്ദനേ നാപിരന്തും. സ്വർഗത്തിലുള്ള സുന്ദരികളായ രാമകളുടെ കൂടെ, അല്ലേ, അപ്സരസ്സുകൾ, ദേവസ്ത്രീകളൊക്കെ നമ്മളെ അവിടെ ചെന്നാൽ രമിപ്പിക്കും. രമിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ രാമകൾ. അപ്പൊ രമ്യകളായ രാമകളുടെ അവരുടെ തനുലത, ശരീരമാകുന്ന വള്ളികളിൽ ചുറ്റിപ്പടർന്ന് ആ സുഖം അനുഭവിക്കാനും അല്ല. രമ്യാ രാമാ മൃദു തനുലതാ നന്ദനേ നാപിരന്തും. നന്ദനം സ്വർഗത്തിലെ ഉദ്യാനമാണ്. അവിടെ രമിക്കുവാൻ വേണ്ടിയിട്ടുമല്ല ഞാൻ, അഥവാ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടുമല്ല ഞാൻ ഭഗവാനെ ഭജിക്കുന്നത്. ഭാവേ ഭാവേ ഹൃദയഭവനേ ഭാവയേയം ഭവന്തം. എൻ്റെ ഭാവങ്ങൾ തോറും എവിടെയൊക്കെ ഞാൻ പോയാലും, ഏത് ജന്മമെടുത്താലും എൻ്റെ ഹൃദയഭവനത്തിൽ ഞാൻ അങ്ങയെ ഭാവന ചെയ്യുമാറാകണം. അഹം ഭാവയേയം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയെ ധ്യാനിക്കുമാറാകണം, ഞാൻ അങ്ങയെ ചിന്തിക്കുമാറാകണം. ഇത്ര മാത്രമേ എനിക്ക് വേണ്ടൂ. അപ്പോൾ അങ്ങയെ ചിന്തിക്കുവാനുള്ള അനുഗ്രഹമാണ് അങ്ങ് നൽകേണ്ടത്. എപ്പോഴും എവിടെയും ഏത് ജന്മമെടുത്താലും ദിവിവാ ഭുവിവാ മമാസ്തു വാസഃ നരകേവാ നരകാന്തക പ്രകാമം. ദേവലോകത്തായിക്കോട്ടെ, ഭൂമിയിലായിക്കോട്ടെ, നരകത്തിലായിക്കോട്ടെ, അല്ലയോ നരകാന്തക, അങ്ങയുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ. പക്ഷെ എനിക്ക് വേണ്ടത് അവധീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേപി ചിന്തയാനി. അങ്ങയുടെ ആ ശരത്കാല താമരകളെ വെല്ലുന്നതായിരിക്കുന്ന അങ്ങയുടെ രണ്ട് പാതാരവിന്ദങ്ങളെ ഞാൻ എൻ്റെ ഏതവസ്ഥയിലും മരണത്തിലും ചിന്തയാനി. ചിന്തയാനി എന്നുള്ളത് പ്രാർത്ഥനയാണ്. ഞാൻ ചിന്തിക്കുമാറാകണം എന്നാണ്. ലോട്ട് എന്നുള്ള പ്രയോഗമാണ്, അത് പ്രാർത്ഥനയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രാർത്ഥനകൾ ഉത്തമ ഭക്തന്മാരോട് സത്സംഗവും, എപ്പോഴും ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഭാഗ്യവും, ആ ഭഗവത് കഥാമൃതത്തിൽ മുഴുകി ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഭക്തിപൂർവം എല്ലാം മറന്ന് ഞാൻ ബന്ധനസ്ഥനാണെന്നുള്ള ആ ദുഃഖം പോലും ഇല്ലാതെ, അല്പം പോലും ദുഃഖലേശം പോലും ഇല്ലാതെ എനിക്ക് കഴിയണം. അപ്പോൾ ഭക്തി തന്നെ മുക്തിയാണ്. ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് മുക്തി. ആർക്കാണോ ആ അങ്ങനെയുള്ള പഞ്ചമ പുരുഷാർത്ഥമായ ഭക്തി അതാർക്കാണോ സാധിച്ചിരിക്കുന്നത് അവർക്ക് മുക്തി ദാസിയാണ് എന്ന് പറയും. പരാഭക്തി എന്ന് പറയുന്നത് ഈ ഉയർന്ന ഭക്തിയെയാണ്. അതിനെ പഞ്ചമ പുരുഷാർത്ഥമായിട്ടാണ് ഭക്തന്മാർ പറയുക. നാലാമത്തെ പുരുഷാർത്ഥം മോക്ഷം. ആ മോക്ഷത്തിനും മുകളിലാണ് ഈ ഭക്തിയുടെ സ്ഥാനം. അപ്പോൾ അവര് വേറൊന്നിലും സംഘമില്ലാതെ, അപവർഗം പോലും പരിരക്ഷിക്കാതെ, ആഗ്രഹിക്കാതെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഹംസങ്ങളെപ്പോലെ രമിക്കുന്നു. എങ്ങനെയാണോ ഒരു താമരയിൽ ഹംസം രമിക്കുന്നത്, അതുപോലെ അങ്ങയുടെ പാതാരവിന്ദത്തിൽ അവരുടെ മനസ്സാകുന്ന ഹംസങ്ങൾ രമിക്കുന്നു എന്നർത്ഥം.
ദുരധിഗമാത്മതത്വനിഗമായ തവത്തതനോഃ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമഭിസ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ ത്വദനുപദം കുലായമിദമാത്മസുഹൃത്പ്രിയവത് ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്ദ്യഹോ അസദുപാസനയാത്മഹനോ യദനുസജാ ഭ്രമന്ത്യുരുഭജേ കുശരീരഭൃദഃ ത്വദനുപദം കുലായമിദമാത്മസുഹൃത്പ്രിയവത് ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്ദ്യഹോ അസദുപാസനയാത്മഹനോ യദനുസജാ ഭ്രമന്ത്യുരുഭജേ കുശരീരഭൃദഃ. അപ്പോൾ ഭഗവാനിൽ രമിക്കാത്തവർ അവരെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. മുമ്പും പറഞ്ഞു, ഇത് വേറൊരു രീതിയിൽ പറയുന്നു. ആശയം ഒന്ന് തന്നെയാണ്. നബദരമന്ധ്യഹോ അസദുപാസനയാ ആത്മഹനോ. ആ മൂന്നാമത്തെ വരിയിലാണ് വളരെ വ്യക്തമായിട്ട് ഈ ആശയം പറയുന്നത്. നബദരമന്തി അഹോ അസദുപാസനയാ ആത്മഹനഃ. അവര് ആത്മഹനഃ എന്ന് പറഞ്ഞാൽ ആത്മഹന്താക്കൾ. ആത്മഹന്താക്കൾ തന്നെ തന്നെ കൊല്ലുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ. അപ്പോൾ അവര് അസദുപാസനയാ, ഇല്ലാത്ത വസ്തുക്കളിൽ ഭ്രമിച്ച് അഥവാ നിസ്സാര വസ്തുക്കളിൽ ഭ്രമിച്ച്, ഭൗതിക വിഷയങ്ങളിൽ ഭ്രമിച്ച്, അസത്തുക്കളായ ഉണ്മയില്ലാത്ത നിത്യത്വമില്ലാത്ത അല്പനേരം ഭ്രമമുണ്ടാക്കി കടന്നു പോകുന്ന നീറ്റിലെ പോള പോലെയുള്ളതായിട്ടുള്ള, അല്ലെ, ബുദ്ബുദവത് എന്ന് പറയും, അങ്ങനെയുള്ള ബുദ്ബുദം പോലെയുള്ള വസ്തുക്കളെ കണ്ട് ഭ്രമിക്കുക. അപ്പോൾ അങ്ങയിൽ രമിക്കുന്നില്ല. നബദ രമന്തി, നരമന്തി ബദ. കഷ്ടം തന്നെ, ഇവർക്ക് അങ്ങയിൽ രമിക്കാൻ തോന്നുന്നില്ലല്ലോ. മറ്റവർ ഹംസങ്ങളെപ്പോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ രമിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. അവർക്ക് മോക്ഷം പോലും വേണ്ട, കാരണം അവർ ബദ്ധരെ അല്ല, അവർക്കൊരാവശ്യവുമില്ല. അവർ ഭഗവാനിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെങ്കിലും കുറവുണ്ടെങ്കിലല്ലേ ആഗ്രഹിക്കേണ്ടതുള്ളൂ. അവർ നിറവിലിരിക്കുകയാണ്, ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനൊരു കൂട്ടര് ഇവിടെ അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഈശ്വര വിമുഖരായിട്ടുള്ള ഒരു കൂട്ടർ. അപ്പോൾ ഇവിടെ ത്വദനുപദം ഇദം കുലായം ആത്മസുഹൃത് പ്രിയവത് ചരതി തഥാപി ഉന്മുഖേ ഹിതേ പ്രിയേ ആത്മനി ത്വയി ന രമന്തി. ത്വദനുപദം ഇദം കുലായം. നമ്മുടെ ഈ മനുഷ്യ ശരീരം, അതിനാണ് കുലായം എന്ന് പറയുന്നത്. ഈ കുലായമായ ഈ ശരീരം, ഇദം കുലായം ത്വദനുപദം, വാസ്തവത്തിൽ അങ്ങയെ പിന്തുടരാനുള്ളതാണ്. അനുപദം അങ്ങയുടെ പന്താവിൽ വരാനുള്ളതാണ്, അനുസരിച്ച് വരാനുള്ളതാണ്. അപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയത് എന്തിനു വേണ്ടി? ഈശ്വരോപാസനയ്ക്ക്. കാരണം ഇത് പുരുഷാർത്ഥത്തെ സാധിച്ചു തരുന്നതാണ്. അപ്പോൾ ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം തത്രാവി പുംസ്ത്വം ശ്രുതിപാരദർശനം യസ്ത്വാത്മമുക്തൗ നയതേത മൂഢധീഹി സഹി ആത്മഹ സ്വം വിനിഹന്തി അസദ്ഗ്രഹാത് എന്ന
ശങ്കരാചാര്യ വചനം തന്നെ വീണ്ടും വീണ്ടും ഓർക്കുന്നത്. ഈ ശരീരം, മനുഷ്യ ശരീരം ഭഗവാനെ പ്രാപിക്കുവാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട്, ഈ ശരീരം അത് വളരെ ദുർലഭമായിട്ടുള്ളതാണ്, അധ്രുവമാണ്, എന്നാൽ അർത്ഥതമാണ് എന്ന്. ദുർലഭമാണ് ഈ മനുഷ്യ ശരീരം, അത് എന്താ പറയുക, അധ്രുവമാണ്. അധ്രുവം എന്ന് പറഞ്ഞാലോ, എപ്പോഴെങ്കിലും നോക്കാം, 100 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഞാൻ മരിക്കുള്ളൂ, 100 വയസ്സ് ആയുസ്സുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നാലോ, എപ്പോഴാ പോവാന്നൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല. 100 വർഷം ഗ്യാരണ്ടി ഒന്നും തന്നിട്ടില്ല മാനുഫാക്ചറർ, അല്ലേ? എനി ടൈം പോകാവുന്നതാണ്. അധ്രുവം, നധ്രുവം ഇതി അധ്രുവം. എന്നാൽ അർത്ഥതം, അർത്ഥതം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥതം, പുരുഷാർത്ഥത്തെ നൽകുന്നത്. അപ്പൊ പുരുഷാർത്ഥം സാധിക്കാൻ യോഗ്യതയുള്ളതാണ് ഈ മനുഷ്യ ജന്മം. അതാണ് ത്വദനുപദം കുലായം ഇതം. ഇതം കുലായം ത്വദനുപദം. അങ്ങയുടെ പുറകെ വരാനുള്ളതാണ് ഈ വാഹനം, ഈ ശരീരം. ഇതുകൊണ്ട് സാധിക്കേണ്ടത് അങ്ങയെ പിന്തുടരലാണ്. All human beings must follow you. അങ്ങയുടെ പുറകെ വന്ന് അങ്ങയുടെ ധാമത്തിൽ എത്തേണ്ടവരാണ്. അങ്ങനെയുള്ള ഈ ശരീരം വാസ്തവത്തിൽ നമ്മൾ അതിനെ വേണ്ട പോലെ ഉപയോഗിച്ചാലോ, ആത്മസുഹൃത്ത് പ്രിയവത് ചരതി. ഇത് നമ്മൾക്ക് സുഹൃത്തും പ്രിയനെ പോലെയും നമ്മുടെ ബന്ധുവായും ഇഷ്ടനായും സുഹൃത്തായും എല്ലാം ചരതി. ഇത് നമ്മൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഈ ശരീരം. നമ്മൾ വിളിച്ചവിടേക്കൊക്കെ വരുന്നതാണ്. അത് നമ്മുടെ ഉപകരണമാണ്. അതിനെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. നല്ല വാഹനം കയ്യിലുള്ളപ്പോൾ നല്ല ലക്ഷ്യത്തിലേക്കല്ലേ പോകേണ്ടത്. ആ വാഹനം അതിനെ ദുരുപയോഗം ചെയ്ത് ഏതെങ്കിലും ചെളിക്കുണ്ടിലേക്കാണോ പോയി പതിക്കേണ്ടത്? നിങ്ങൾ വിളിച്ച വഴിക്ക് വരുന്ന വാഹനമാണിത്. അതാണ് ആത്മസുഹൃത് പ്രിയവത് ചരതി. എന്നിട്ടോ തഥാപി, അപ്രകാരം ഇരിക്കുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള ദുർലഭമായ ശരീരം ലഭിച്ചിട്ടും, ഇത്രയും വർത്തിയായിട്ടുള്ളൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും, ഉന്മുഖേ ഹിതേ പ്രിയേ ആത്മനി ത്വയി നരമന്തി. ത്വയി നരമന്തി, അങ്ങയിൽ രമിക്കുന്നില്ല. ഇവിടെ ത്വയി എന്ന് പറഞ്ഞതിന് വിശേഷണമായിട്ടാണ് ഭഗവാന്റെ അനേക പദങ്ങൾ പറഞ്ഞത്. എന്താണ്? ഉന്മുഖേ, ഉന്മുഖനാണ് ഭഗവാൻ. ഉന്മുഖനാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് അഭിമുഖമായി വരാൻ തയ്യാറായി നിൽക്കുകയാണ് ഭഗവാൻ. നമ്മൾ ഒന്ന് വിളിച്ചാൽ മതി, പാഞ്ഞു വരും. അപ്പൊ ഉന്മുഖൻ ആണ്, ഉത്സാഹത്തോടുകൂടി നമ്മുടെ നേർക്ക് വരുന്നവനാണ്. നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ആളല്ല. നമ്മളൊന്ന് അങ്ങോട്ട് തിരികെ വേണ്ടു, ഭഗവാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഓൾറെഡി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ ഒന്ന് വിളിക്കില്ലേ എന്ന് ചോദിച്ചോണ്ട്. വിളിച്ചാലല്ലാതെ വരില്ല ഭഗവാൻ. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വന്ന് ബുദ്ധിമുട്ടിക്കില്ല, അല്ലേ? നമുക്ക് വേണോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഭഗവാന്റെ സഹായം വേണം എങ്കിൽ നമ്മൾ വിളിക്കണം. വിളിക്കാത്തടത്തേക്ക് ഭഗവാൻ വരില്ല. അപ്പൊ അങ്ങോട്ട് ഗ്രഹിക്കുമ്പോൾ ഇങ്ങോട്ട് ഭഗവാൻ അനുഗ്രഹിക്കും. അതാണ് ഉന്മുഖേ എന്ന് പറഞ്ഞത്. ഉന്മുഖേ ത്വയി, ഇങ്ങോട്ട് ആഭിമുഖ്യത്തോടുകൂടെ ഓടി വരാൻ തയ്യാറായിരിക്കുന്ന അങ്ങയിൽ നരമന്തി, ത്വയി നരമന്തി. മാത്രമല്ല ഭഗവാൻ ഉന്മുഖൻ മാത്രമല്ല, ഹിതേ പ്രിയേ ആത്മനി. ഭഗവാനെ വിശേഷിപ്പിച്ചതാണ്. ഭഗവാൻ ഹിതനാണ്. ഹിതൻ എന്നാൽ നമ്മൾക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, നമ്മൾക്ക് ഹിതം പ്രവർത്തിക്കുന്നവനും, നമ്മൾക്ക്
പ്രിയനായിരിക്കുന്നവൻ, നമുക്ക് പ്രീതിയെ, സ്നേഹത്തെ എല്ലാം നൽകുന്നവനും നമ്മളോട് നമുക്ക് സന്തോഷത്തെ ജനിപ്പിക്കുന്നവനും ആയിരിക്കുന്ന ആത്മനി ത്വയി, ആത്മാവായിരിക്കുന്ന എന്ന് വെച്ചാൽ എന്നിൽ നിന്ന് അന്യനല്ലാത്തവനായ ഈ ജീവാത്മാവിൻ്റെ യഥാർത്ഥ സ്രോതസ്സായിരിക്കുന്ന ആത്മനി ത്വയി, അങ്ങനെയുള്ള അങ്ങയിൽ നരമന്തി. ഇത്രയും നല്ല ഫാക്കൽറ്റി കിട്ടിയിട്ട് അതിനെ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. അങ്ങയെ പ്രാപിക്കാൻ, അങ്ങയിൽ രമിക്കാൻ ഉപയോഗിക്കുന്നില്ല. അഹോബദ, അയ്യോ കഷ്ടം, എന്താൾക്കാരാണത്. അസതുപാസനയാ ആത്മഹനഃ, അവര് അസത്തുക്കളായ വസ്തുക്കളെയും ആളുകളെയും എല്ലാം ഉപാസിച്ച് അതിൻ്റെ അടുത്ത് പോയിരുന്ന് സ്വയം നശിക്കുന്നു. ആത്മഹനഃ, ആത്മഹന്താക്കളായി ഭവിക്കുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ് കണ്ട ദുഷ്ടന്മാരുമായിട്ട് സംഘം ചെയ്യുകയും ദുഷിച്ച വിഷയങ്ങളിൽ ഭ്രമിച്ച് അതിനെ സമ്പാദിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടും ഭഗവാനിൽ നിന്ന് വിമുഖരായി കഴിയുന്നു. അങ്ങനെയുള്ളവർ സ്വയം നശിക്കുന്നു, ആത്മഹന്താക്കളായിരിക്കുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് താല്പര്യം. യദനുശയാഃ കുശരീരഭൃതഃ ഉരുഭയേ ഭ്രമന്തി. യദനുശയാഃ, ഏതൊരു ഭൗതിക വിഷയങ്ങളിൽ വാസനയോട് കൂടിയവരായിട്ട്, അവരുടെ ആശയം അഥവാ അന്ധക്കരണം അതിനോടാണ് ഇൻക്ലിനേഷൻ. ഏതിനോട്? ഈ ഭൗതിക വിഷയങ്ങളോടല്ലോ, അസത് വിഷയങ്ങളോട്. അങ്ങനെയുള്ളവർ കുൽസിത ശരീരത്തെ ധരിക്കുന്നവരാണ്. കുശരീരഭൃതഃ, കുൽസിത ശരീരങ്ങളെ ധരിക്കുന്നവരായിട്ട്. നല്ല ശരീരമാണ്, അതിന് വേണ്ടതിന് ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ കുൽസിത ശരീരമായി ഭവിക്കുന്നത്. ഉരുഭയേ ഭ്രമന്തി, ഉരുഭയേ സംസാരേ ഭ്രമന്തി എന്നർത്ഥം. എപ്പോഴും ദുഃഖമുണ്ടാക്കുന്ന സംസാരത്തിൽ അവർ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, നല്ല മനുഷ്യ ശരീരം കിട്ടിയിട്ട് ഈശ്വരനെ ഉപാസിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ തന്നെ പന്നികളെ പോലെ, കഴുതകളെ പോലെ, പട്ടികളെ പോലെ അല്ലെ ഭ്രമിച്ചുകൊണ്ടേയിരുന്നാൽ പിന്നെ അവന് കിട്ടുന്ന ശരീരം അതുതന്നെയായിരിക്കും. അതാണ് കുശരീരം എന്ന് പറയുന്നത്. അപ്പൊ പിന്നീട് ഈ ശരീരം വെടിഞ്ഞാൽ കിട്ടുന്നത് നിനക്കെന്തായാലും ഈ വൃത്തികെട്ട വസ്തുക്കളൊക്കെ അല്ലേ വേണ്ടൂ, അതിന് നല്ല ശരീരം ഇതാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ജന്മം വല്ല കഴുതയോ പട്ടിയോ അതുപോലെയുള്ള പ്രാണികളോ ഈച്ചയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ജനിക്കാം. ആ കുശരീരത്തില് നരകത്തില് വീണ്ടും വീണ്ടും കിടന്ന് കറങ്ങാൻ. ഇഷ്ടം പോലെ അനുഭവിച്ചോളൂ. നിനക്ക് വേണ്ട എന്താ? ആഹാര, നിദ്ര, ഭയ, മൈഥുനം. അതിപ്പോൾ ഏത് ശരീരത്തിലും കിട്ടും. അതിന് ഇത്രയും വിലപ്പിടിച്ച ശരീരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ദുർലഭമായിട്ടുള്ള മനുഷ്യ ശരീരമൊന്നും അതിനാവശ്യമില്ല ഈ സംസാരത്തിൽ കിടന്ന് ഭ്രമിക്കാൻ. അപ്പം നീ അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈശ്വരൻ അടുത്ത ശരീരം നമുക്ക് തരുന്നത് കുശരീരമാകും. ആ കുശരീരത്തിൽ കിടന്ന് നരകയാതനകൾ അനുഭവിക്കും, അസ്വാതന്ത്ര്യം അനുഭവിക്കും, സംസാര പരമ്പരയിൽ കിടന്ന് കറങ്ങും. അപ്പോൾ ഈ മനുഷ്യ ശരീരം എന്തിനുപയോഗിക്കണം? ഭഗവാനെ ഉപാസിക്കാൻ ഉപയോഗിക്കണം. എന്നിട്ട് മുൻപ് പറഞ്ഞതുപോലെ മുക്തരായി തീരണം. ഭക്തി കൊണ്ട് മുക്തിയെ പ്രാപിക്കണം. മോക്ഷത്തിനും അപ്പുറത്തുള്ള മോക്ഷം പോലും വേണമെന്നില്ലാത്ത, കാരണം ഞങ്ങൾ മുക്തരാണ്, നിത്യമുക്തരാണ്, എന്തിനു വെറുതെ മോക്ഷം? എവിടുന്ന് മോക്ഷം? ബദ്ധരാണെങ്കിലല്ലേ മോക്ഷം വേണ്ടൂ. ആ അവസ്ഥയെ പ്രാപിക്കുന്നതിന് പകരം ഈ ഭൗതിക വിഷയങ്ങളിൽ അലഞ്ഞു തിരിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ ശരീരങ്ങൾ വീണ്ടും ഉണ്ടാവും. വീണ്ടും ആ കുശരീരങ്ങളെ ധരിച്ചുകൊണ്ട് ഈ നരകത്തിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാം. ആത്മഹന്താക്കളാണ് നല്ല മനുഷ്യ ശരീരം കിട്ടി അതിനെ വേണ്ട പോലെ ഉപയോഗിക്കാത്തവർ. ത്വദനുപദം കുലായമിതമാത്മസുഹൃത് പ്രിയവത് ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്ദ്യഹോ അസദുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭജേ കുശരീരഭൃതഃ.
അപ്പോൾ നല്ലൊരു മനുഷ്യ ശരീരം കിട്ടി, അതിനെ വേണ്ട പോലെ ഉപയോഗിക്കൂ. മനസ്സിനെ എപ്പോഴും ഭഗവാനിൽ തന്നെ ഉറപ്പിക്കൂ എന്നാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നത്. ശ്രുതി ഗീതയ്ക്ക് നമ്മളോടും പറയാനുള്ളത് അതുതന്നെയാണ്. തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. നിഭൃതമരുന്മനോക്ഷദൃഢയോഗയുജോ ഹൃദിയത് മുനയ ഉപാസത്തെ തദരയോപിയുസ്മരണാത്. സ്ത്രിയ ഉരഗേന്ദ്ര ഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമദൃശോംഘ്രി സരോജസുധാ. നിഭൃതമരുത്മനോക്ഷദൃഢയോഗയുജോ ഹൃദിയത് മുനയ ഉപാസത്തെ തദരയോപിയുസ്മരണാത്. സ്ത്രിയ ഉരഗേന്ദ്ര ഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമദൃശോംഘ്രി സരോജസുധാ. നാളെ നോക്കാം. ഹരി ഓം. നാളെ രാവിലെ ഒരു പ്രോഗ്രാമുണ്ട് ഒരു ക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞ് നേരത്തെ വന്നാൽ ആക്കാം. ഓം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.